ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. ഓക്കെ, നമുക്കിന്ന് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ സോളിൻ്റെ ട്രൂ ഇൻറ്റൻഷൻ എന്താണെന്ന്. ഓക്കെ, നിങ്ങളോടുള്ള. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. നിങ്ങൾ ഇത് പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുക. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഓക്കെ, ഇത് ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണെന്നുള്ള കാര്യവും കൂടി ഓർക്കുക. അപ്പം എല്ലാം നിങ്ങളുടെ റീഡിംഗ് ആണെന്ന് വിശ്വസിക്കരുത്. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് മാത്രം നിങ്ങൾ എടുക്കുക. ഓക്കെ, പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ റീഡിങ്ങിൽ വരും. അപ്പം അത് നിങ്ങളുടേതാണെന്നെങ്കിൽ മാത്രം നിങ്ങൾ റെസനേറ്റ് ആക്കുക. ഓക്കെ, സത്യം എപ്പോഴും ആദ്യം കുറച്ച് കഴിക്കുമെങ്കിലും പിന്നീട് നിങ്ങളുടെ ലൈഫിൽ അത് മധുരിക്കുക തന്നെ ചെയ്യും. ഓക്കെ, അല്ലാതെ മധുരം മാത്രം പറഞ്ഞ് നിന്നിട്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷ ലഭിച്ചിട്ട് നിങ്ങളിപ്പം മറ്റുള്ള റീഡിങ്ങിലേക്ക് നോക്കിയിട്ട് ഒരു പോസിറ്റീവ് മാത്രമായിട്ടുള്ള റീഡിങ്ങിലേക്ക് നോക്കിയിട്ട് മധുരമാണ് അത് മാത്രം പ്രതീക്ഷിച്ച് നിന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് എല്ലാം തകർന്ന് തരിപ്പണമാകുന്നു എന്നറിയുമ്പോഴുള്ള മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണെ കുറിച്ചൊരു വിലയിരുത്തൽ നിങ്ങൾക്ക് വരണമെങ്കിൽ പേഴ്സണൽ റീഡിങ് തന്നെ എടുത്തെങ്കിലേ മതിയാകുള്ളൂ. പല കമൻറ്റുകളും കാണുന്നുണ്ട്, വർഷങ്ങളായിട്ട് പറ്റിക്കുന്നു എടുക്കുന്നു എന്നൊക്കെ. അപ്പോൾ വർഷങ്ങളായിട്ട് നിങ്ങൾ പറ്റിക്കപ്പെടുന്നു എങ്കിൽ അത് നിങ്ങൾ വിചാരിക്കാതെ ഒരിക്കലും നിങ്ങൾ പറ്റിക്കപ്പെടത്തില്ല. നിങ്ങൾ ഒരു വർഷമോ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് പേഴ്സണൽ റീഡിങ് എടുത്തില്ല, നിങ്ങളുടെ പേഴ്സൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞില്ല. ഈ ജനറൽ റീഡിങ് നോക്കി എന്തുകൊണ്ട് നിങ്ങളുടെ സമയം, നിങ്ങളുടെ വർഷം, നിങ്ങളുടെ വയസ്സ് എല്ലാം നിങ്ങൾ പാഴാക്കി കളഞ്ഞു. അപ്പം തെറ്റ് നിങ്ങളുടേത് തന്നെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും റീഡിങ്ങിൽ സംശയമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പേഴ്സണൽ റീഡിങ് എടുത്ത് അത് ക്ലിയർ ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ സമയങ്ങൾ പാഴാക്കി കളയാനുള്ളതല്ല. നിങ്ങൾ ഒരു കൂട്ടത്തോടെ അല്ല ജനിച്ചു വന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജനിച്ചിരിക്കുന്നത്, നിങ്ങളുടെ സോളിന് വേണ്ടിയിട്ടാണ് ജനിച്ചിരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. നിങ്ങൾ ഈ ഭൂമിയിലെ സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും അനുഭവിച്ച് എത്രയും സുഖവും സന്തോഷവും എല്ലാം അനുഭവിച്ച് ഈ ഇവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളെല്ലാം കണ്ടു പോകുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ജനിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ചില കർമ്മകളുണ്ട് എന്ന് വിശ്വസിക്കുക. ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കില്ല നിങ്ങൾ ജനിച്ചതെന്ന് ഉള്ള കാര്യവും കൂടി വിചാരിക്കുക. ഓക്കെ, ആ സോളിന് വേണ്ടിയിട്ടും നിങ്ങളുടെ സോളിന് വേണ്ടിയിട്ടുമാണ് ജന്മം കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ കർമ്മങ്ങളും മറ്റൊരു സോളിന് അതിൻ്റേതായ കർമ്മങ്ങളും ഉണ്ട് എന്ന് വിശ്വസിക്കുക. ഓക്കെ, ഇത് പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ സോളിൻ്റെ കറക്റ്റ് ഇൻറ്റൻഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ വീഡിയോ കാണുന്ന വ്യക്തിയുടെ പേഴ്സൻ്റെ സോളിൻ്റെ ഇൻറ്റൻഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ദ ഫൂളാണ്. ഓക്കെ, ഗോ വിത്ത് ഫ്ലോ. 4 ഓഫ് പെൻറ്റിക്കിൾ, കിങ് ഓഫ് സോഡ്, ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾ, ദ സ്റ്റാർ, കിങ് ഓഫ് പെൻറ്റിക്കിൾ, ജഡ്ജിമെൻറ്റ്. ഇപ്പം ഈ ഒരു എനർജിയിൽ ഒരു കപ്പിൻ്റെ എനർജി ഇതുവരെ വന്നിട്ടില്ല. പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പിന്നെ ജഡ്ജിമെൻറ്റും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ സോള് എന്താണ് ഉള്ള കാര്യമാണ്, സോളിൻ്റെ എനർജിയാണ് ഈ വന്നിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ മറ്റെന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതെന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ടുള്ളൊരു പുരോഗതിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ചിന്തയിൽ മുഴുവനും എനിക്ക് ഇൻക്രീസ് ചെയ്യണം, എൻ്റെ സാലറി ആണെങ്കിൽ ശരി തന്നെ മറ്റെന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ഇൻക്രീസ് ചെയ്യണം എന്നുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങൾ ഇൻവോൾവ് ആണെങ്കിൽ പോലും നിങ്ങളെന്നുള്ളൊരു വ്യക്തിയെ അവരുടെ ഉള്ളിൽ തന്നെ വെച്ചിട്ടുണ്ട്. അത് മറ്റാരും കാണരുത് എന്നുള്ള രീതിയിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ അവരുടെ മനസ്സിലുണ്ട് എന്നുള്ള കാര്യവും നിങ്ങളെ മറയ്ക്കുന്നവർ. ഓക്കെ, ഇത് സോളിൻ്റെ ആഗ്രഹമാണ്, സോളിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് ഈ കാണിക്കുന്നത്.
നമ്പർ 4 ആണ്. ഏപ്രിൽ മാസം എർത്ത് എനർജിയാണ്, എർത്താണ് വന്നിരിക്കുന്നത്, കാപ്രിക്കോൺ. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളെ അവർ ഒന്നിൻ്റെ പേരിലും ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ല, അവരുടെ മനസ്സിൽ നിന്ന് എടുത്ത് മാറ്റാൻ തയ്യാറാകുന്നില്ല. ചിലപ്പം സാഹചര്യങ്ങൾ നിങ്ങളെ രണ്ടുപേരെയും രണ്ട് ദിശയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരിക്കാം. എന്തെങ്കിലും സാഹചര്യങ്ങൾ മറ്റ് വ്യക്തികൾക്ക് വേണ്ടിയിട്ട്, കുടുംബത്തിന് വേണ്ടിയിട്ട്, എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള നീഡിന് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ നിങ്ങളെ മാറ്റി നിർത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിലും അത് അവരുടെ സാഹചര്യമാണെന്നും അവർ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നു എന്നുള്ളതും തെളിവാണിത്. ഓക്കെ, പക്ഷേ നിങ്ങളെന്നുള്ള വ്യക്തിയെ അവരുടെ മനസ്സിൽ നിന്ന് അവരും മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പം നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു ഡെത്ത് അവസ്ഥയാണെങ്കിൽ, ഒരു റിലേഷൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഡെത്തായി, ഒരു കോണ്ടാക്റ്റും ഇല്ല, എല്ലാം അവസാനിപ്പിച്ചു, നിങ്ങൾ വിചാരിക്കുകയാണ് ഈ റിലേഷൻ ഇനി ലൈഫില്ല, ഇതോടുകൂടി അവസാനിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ സോള് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നൈറ്റ് ഓഫ് പെൻറ്റിക്കിളാണ് വന്നിരിക്കുന്നത്. നൈറ്റ് ഓഫ് പെൻറ്റിക്കിളാണ് വന്നിരിക്കുന്നത്. നിങ്ങളുമായിട്ട് ഒരു സ്റ്റാർട്ടിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ വളരെ സ്ലോലിയാണ്, അവർ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, മുന്നോട്ട് കൊണ്ടുപോകണമോ വേണ്ടയോ, ഇത് ലൈഫ് എങ്ങനെ ആയിരിക്കും, ഇതിപ്പോൾ ഒരു പ്രാവശ്യം റിലേഷൻ വന്ന് അവസാനിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വലിയ പെയിനൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ പെയിൻ അനുഭവിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നെങ്കിലും നിങ്ങളുടെ പേഴ്സണോട് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ആ സോളിനോട് ചോദിക്കുമ്പോൾ അവരെന്തുമാത്രം പെയിൻ അനുഭവിച്ചതിന് ശേഷമായിരിക്കും ഈ റിലേഷനെ വിട്ട് കളയണമെന്ന് ചിന്തിച്ചതെന്നും കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ സോള് വിചാരിക്കുകയാണ് ഒരുപാട് പെയിനിൽ കൂടി കടന്നു പോയി ഈ ഒരു റിലേഷൻ അവസാനിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും പെയിൻ ആയിരുന്നായിരിക്കാം. രണ്ടുപേർക്കും പെയിൻ വരുന്ന സമയത്ത് മാത്രമാണ് ആ ഒരു റിലേഷൻ അവിടെ കൊണ്ട് അവസാനിക്കുന്നത്. അവർക്കും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്തതായിട്ട്, കാരണം നമ്മളിപ്പോൾ റീഡിങ് കാണുന്നവരെ മാത്രം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോഴത്തേക്ക് അത് റീഡിങ്ങിൽ ഇതായിട്ട് വരത്തില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പെയിൻ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം. എന്നല്ലാത്തതായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങളോ കാര്യങ്ങളോ, നിങ്ങളുടെ ഓവർ സ്നേഹമായിരിക്കാം, നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരിക്കാം, ഒരുപാട് കെയർ ചെയ്തിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആയിരുന്നിട്ടുണ്ടായിരിക്കാം. അതെല്ലാം മറ്റൊരു വ്യക്തിയെ സംബന്ധിച്ച്, നിങ്ങളെ സംബന്ധിച്ച് പോസിറ്റീവ് ആണെങ്കിൽ പോലും മറ്റൊരു വ്യക്തിയെ സംബന്ധിച്ച് അത് ഓവറായിട്ട് കിട്ടുന്ന ഒരു ബേർഡൻ തന്നെയാണ്. അവർക്കതൊരു ശല്യമായിട്ട്, എത്ര സ്നേഹം അമൃതം വിഷമാകുന്നത് പോലെ നിങ്ങളുടെ ഓവറായിട്ടുള്ള സ്നേഹവും ചിലപ്പോൾ അവർക്ക് വിഷമായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കാം. ഓക്കെ, എന്തായാലും സോള് വിചാരിക്കുന്നു നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ്, ഇതുവരെ സംഭവിച്ചതെല്ലാം അവസാനിച്ചു, ഇനി നിങ്ങളുമായിട്ട് ഒന്നും കൂടി അല്ലെങ്കിൽ ഒരു സന്തോഷമായിട്ടുള്ളൊരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, കിങ് ഓഫ് സോഡിൻ്റെ എനർജിയിലോട്ട് വന്നിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളുടെ സോള് എന്നിരുന്നാലും ഒരു ആക്ഷൻ എടുക്കണം, ഏറ്റവും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആക്ഷൻ തന്നെ എടുക്കണം എന്ന് ചിന്തിക്കുന്നുണ്ട്. അവർക്ക് മറ്റൊന്നിലോട്ടുമല്ല, അവരുടെ മാനസിക ബലത്തെയാണ് ഇപ്പം അവരുടെ ഉള്ളിലുള്ള ചിന്തകളെയാണ് അവർ കേൾക്കുന്നത്. ഇത്രയും നാൾ മറ്റാരുടെയെങ്കിലും വാക്കുകൾ കേട്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അവരുടെ മനസ്സെന്താണോ പറയുന്നത്, ഓക്കെ, അവരുടെ ബുദ്ധി എന്താണോ പറയുന്നത് അതിനെ അവർ കേൾക്കുകയും നിങ്ങളുമായിട്ടുള്ള സ്നേഹം, കപ്പിൻ്റെ എനർജി വന്നിട്ടുണ്ട്, ഏസ് ഓഫ് കപ്പ്. ഓക്കെ, കണ്ടീഷണലായ സ്നേഹം സോളിന് നിങ്ങളോട് ഉണ്ടെങ്കിൽ പോലും നിങ്ങളെ നഷ്ടപ്പെടുത്തിയത് അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ, എത്രത്തോളം സ്വപ്നങ്ങൾ കണ്ടുവോ ആ സ്വപ്നങ്ങളെല്ലാം നഷ്ടമായി പോയി. ഇനി അത് പുനർജീവിക്കുമോ, പഴയതുപോലെ ഇനി ഒരു ലൈഫ് നിങ്ങളിൽ ആ വിശ്വാസം തിരികെ വരുമോ, അല്ലെങ്കിൽ പരസ്പരം ആ ഒരു വിശ്വാസത്തോടു കൂടി അതുപോലെ അൺകണ്ടീഷണലായിട്ടുള്ളൊരു സ്നേഹം ഇനി നടക്കുമോ എന്നുള്ള കാര്യത്തെ ഓർത്ത് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുകയാണ്, വിഷമിക്കുകയാണ്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ ലൈഫിലുണ്ടായ ആ ഒരു കൊടുങ്കാറ്റും ഇതെല്ലാം ശാന്തമായിരിക്കുകയാണ് ഈ ഒരു സമയത്ത്. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നല്ലൊരു വ്യക്തി തന്നെയാണ്, സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട്. 8 ഓഫ് സോഡിൻ്റെ എനർജി കൂടിയാണ് കടന്നു പോകുന്നത്. അവർക്കിപ്പോൾ മുന്നോട്ടുള്ള ഒരു കാര്യങ്ങളും കാണുവാൻ കഴിയുന്നില്ല, കാരണം റിലേഷൻ ഡെത്തായി എന്നുള്ള ചിന്തയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ ഈ ഒരു സമയവും കടന്നു പോകുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ലൈഫിലുണ്ടായ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് റിലേഷനിലേക്ക് തിരിച്ച് വരുന്നതിനുള്ള മാർഗങ്ങൾ അടയ്ക്കപ്പെടുകയാണ് ചെയ്യുന്നത്, കണ്ണ് വീണ്ടും കെട്ടപ്പെടുകയാണ് ചെയ്യുന്നത്. കുരുക്ക് അഴിക്കാൻ ശ്രമിക്കും തോറും നിങ്ങളുടെ പേഴ്സൺ
നിങ്ങളുമായിട്ടുള്ള റിലേഷൻ്റെ കുരുക്കഴിച്ചിട്ട് ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കും തോറും വീണ്ടും വീണ്ടും നിങ്ങളുടെ നെഗറ്റീവ് തിങ്കുകൾ, നിങ്ങളുടെ ഓവർ തിങ്കുകൾ അവരെ കൊണ്ടുവന്ന് വീണ്ടും വീണ്ടും കുരുക്കി മാറ്റിയിടുകയാണ്. ഇപ്പം നിങ്ങളുടെ പേഴ്സണ് ഒരു ഐസൊലേഷൻ പീരീഡിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ കൂടിയും എന്ത് തന്നെ സംഭവിച്ചിരുന്നാലും നിങ്ങളെ വിട്ട് കളയുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ക്വീൻ ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. നിങ്ങൾ സ്നേഹിച്ചതും നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുള്ള ഗിഫ്റ്റുകളാണെങ്കിൽ ശരി തന്നെ, നിങ്ങളുടെ ഫോട്ടോയാണെങ്കിലും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഓരോ നിമിഷങ്ങളും മെസ്സേജുകളൊക്കെ ആണെങ്കിൽ തന്നെയും ഒരുപാട് ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ എടുത്ത് നോക്കുകയും അതിനെക്കുറിച്ച് ഒരുപാട് വേദനിക്കുകയും ചെയ്യുന്നു. ഓക്കെ, സ്റ്റക്ക് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഒരു അടഞ്ഞ ഒരു റൂമിൻ്റെ അകത്ത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ചുറ്റുപാടും എല്ലാ സന്തോഷങ്ങളും ആഘോഷങ്ങളും ഗ്രോത്തുകളും സ്റ്റെബിലിറ്റി എല്ലാം ഉണ്ടെങ്കിൽ പോലും അവിടെ ഫാമിലിയിട്ടാണെങ്കിൽ ശരി തന്നെ, അല്ലെങ്കിൽ പൈസപരമായിട്ടാണെങ്കിലും ശരി തന്നെ, എന്ത് തന്നെയാണെങ്കിലും അവരുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ടെങ്കിലും നിങ്ങൾ എന്നുള്ളൊരു വ്യക്തിയിലേക്ക് മാത്രമാണ് ഈ ഒരു സമയം അവർ ദുഃഖിച്ചിരിക്കുകയാണ്. ഓക്കെ, എന്തെല്ലാം അവരുടെ ജീവിതത്തിൽ നേടിയെടുത്ത് കാണും. നിങ്ങളെ ഉപേക്ഷിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും അവർ നേടിയെടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങളെ നഷ്ടപ്പെട്ട്, ഒരു ഫാമിലി നഷ്ടപ്പെട്ട്, നിങ്ങളുടെ സ്നേഹം നഷ്ടപ്പെട്ട് എന്നോർത്ത് അവർ അതീവ വേദനയിൽ കൂടി ഇരിക്കുകയാണ്. അത് അവർ മറ്റുള്ള വ്യക്തികളെ കാണിക്കുന്നില്ല. ഓക്കെ, ഇത് സ്റ്റാർ നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇരിക്കുന്ന എയറാണ്. ഓക്കെ, ടോറസ്, ജെമിനി വന്നിട്ടുണ്ട്, എർത്ത് എലിമെൻറ്റ്, കാപ്രിക്കോൺ, സാജിറ്റേറിയസ്, 17 നമ്പർ വന്നിട്ടുണ്ട്, 8. ഓക്കെ, എയർ സൈനാണ്, അക്യൂറിയസ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. നിങ്ങളിപ്പോൾ അവരൊരു സ്റ്റാറായിട്ടാണ് കാണുന്നത്. അവർ വേദനിപ്പിച്ച് പോയതിലും തേർഡ് പാർട്ടി സിറ്റുവേഷനിലാക്കിയതിലും അവരൊരുപാട് വിഷമിക്കുന്നുണ്ട്. അവർ ഒറ്റപ്പെട്ടിരുന്ന സമയത്ത് നിങ്ങൾ അവരെ ഏറ്റവും ബെറ്ററാക്കി മാറ്റി, ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് സന്തോഷമുള്ളതാക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അവർ തിരിച്ചു തന്നതോ ഇതുപോലെയുള്ള പെയിനാണ്, ഈ ഒരു വേദനയിലാണ് അവർ തിരിച്ചു നൽകിയത്. സോള് വിചാരിക്കുകയാണ് പേഴ്സൺ ചെയ്തത് ശരിയായില്ല. കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് അവരെ ചെയ്തിട്ടുണ്ട്. എന്ത് കാരണത്തിലും അവരെ ഒരുപാട് ഒരു സ്റ്റാറിനെ പോലെ കാണുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു പെയിൻ സിറ്റുവേഷനിൽ നിന്ന് അവരെ ഒരു സ്റ്റാറാക്കി മാറ്റുകയും ഒക്കെ ചെയ്തിട്ട് അവർ നിങ്ങളെ ഉപേക്ഷിച്ച് അവരുടെ ഫാമിലിയിലൊപ്പം പോയി, അവർ മറ്റ് സന്തോഷങ്ങളുടെ പിറകെ പോയി എന്ന് സോൾ ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ സോൾ ഒരുപാട് വേദനിക്കുന്നുണ്ട്. കിങ് ഓഫ് പെൻറ്റിക്കിൾ നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഫാമിലി 10 ഓഫ് പെൻറ്റിക്കിളാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ ഞാനൊരു എനർജി എടുത്തിരുന്നു, ഒരു റീഡിങ് എടുത്തിരുന്നു. പക്ഷെ അത് രാവിലെ തന്നെ നിങ്ങൾക്കത് നിങ്ങളിലേക്ക് വരിക എന്നുള്ളത് അത്ര കുറച്ച് പെയിൻഫുൾ സിറ്റുവേഷൻ ആണ് എങ്കിൽ അതുകൊണ്ട് ഞാനത് പോസ്റ്റ് ചെയ്തിട്ടില്ല. അത് കുറച്ച് വൈകി പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ അവരുടെ ഫാമിലിക്ക് വേണ്ടി എന്തെങ്കിലും പൈസയോ മറ്റോ എന്തെങ്കിലും എക്സ്പെൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അത് ആ ഒരു സംഭവങ്ങളെല്ലാം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത്, നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് ജഡ്ജിമെൻറ്റ് വരിക തന്നെ ചെയ്യും. കാരണം നിങ്ങൾ അവരെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തു എന്നുള്ളത് കർമ്മയെ ഭയക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ജഡ്ജിമെൻറ്റ് വരുമെന്ന് അവർ ഭയക്കുന്നുണ്ട്. ദൈവത്തോട് നിലവിളിക്കുകയാണ്, ഒരു ന്യൂ ബിഗിനിങ് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തെങ്കിലും തെറ്റുകൾ നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെല്ലാം നേരെയാക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, കിങ് ഓഫ് സോഡാണ്. അതിന് വേണ്ടിയിട്ട് അവർ സ്ട്രോങ് ആയിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ തീരുമാനിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ജഡ്ജ്മെൻറ്റിനെ ഭയക്കുന്നുണ്ട്. അവർ ചെയ്ത കർമ്മ ശരിയല്ല എന്ന് അവർക്ക് തന്നെ ബോധ്യമുണ്ട്. അപ്പം അവർക്ക് വരുന്ന കർമ്മയെ ഭയപ്പെട്ട് അവരിപ്പം നിങ്ങളിലേക്കൊരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുകയാണ്. ഓക്കെ, വീണ്ടും ജഡ്ജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു തീരുമാനം എടുക്കുന്നുണ്ട്. പക്ഷേ കപ്പ് എനർജി രാവിലെ എടുത്തതിൽ ഇപ്പോൾ 2 ദിവസം കൊണ്ട് എടുക്കുന്നത് ആരുടെ എനർജിയാണ് പിക്ക് ചെയ്യുന്നതെന്ന് അറിയുന്നില്ല. കപ്പ് എനർജി വരുന്നില്ല. ഓക്കെ, ഗോ വിത്ത് ഫ്ലോ പോകുന്ന വ്യക്തികളുടെ എനർജിയാണ്. ഓക്കെ, എന്ത് തന്നെ വന്നിരുന്നാലും പോകുന്ന അതുപോലെ പോകട്ടെ. ഇപ്പോൾ പേഴ്സൻ്റെ കൂടെ ആണെങ്കിൽ ആ പേഴ്സൺ ഇനിയിപ്പോൾ ഏത് രീതിയിലാണെങ്കിലും ശരി, ഞാൻ അനുഭവിക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ പോകുന്ന വ്യക്തികളുമുണ്ട്. ഇതെല്ലാം മൂവ് ഓൺ ചെയ്തവരാണെങ്കിൽ ഞാൻ
പോകുകയാണ് അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യുകയാണ്, പേഴ്സൺ വരുന്ന സമയത്ത് വരട്ടെ എന്നുള്ള രീതിയിൽ പോകുന്ന വ്യക്തികളും ഈ റീഡിങ് കാണുന്നുണ്ട്. ഓക്കെ, ഈ അടുത്ത സമയത്തായി കപ്പ് എനർജി വളരെ കുറവാണ്. ഇതിലൊരു ഏസ് ഓഫ് കപ്പ് വന്നിട്ടുണ്ട്. അത് സോള് ഒരുപാട് നിങ്ങൾ കൊടുത്ത സ്നേഹത്തെക്കുറിച്ച് ആലോചിക്കുന്നതാണ്. ഓക്കെ, അതിപ്പോൾ കറണ്ട് സിറ്റുവേഷനിലുള്ള ഒരു കപ്പ് എനർജി അല്ല. നിങ്ങളുടെ സ്റ്റാർട്ടിങ്ങിൽ അവരോട് കാണിച്ച കെയറും കാര്യങ്ങളും സ്നേഹവുമാണ് ഈ ഒരു സമയത്ത് സോള് ഓർക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഒരു റീയൂണിയൻ, ഈ വീഡിയോ കാണുന്ന വ്യക്തിക്ക് ഒരു റീയൂണിയൻ സാധ്യമാണോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഒരു റീയൂണിയൻ, അവരുടെ പേഴ്സണുമായിട്ട് ഒരു റീയൂണിയൻ സാധ്യമാണോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഒരു റീയൂണിയൻ സാധ്യമാണ്. നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചെത്തുക തന്നെ ചെയ്യും. പോസിറ്റീവ് കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ കാത്തിരിപ്പ് വെറുതെ ആകില്ല. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തും. പക്ഷേ ഈ ഒരു സമയം കർമ്മ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. ആ കർമ്മ, അത് നിങ്ങളായാലും ശരി നിങ്ങളുടെ പേഴ്സൺ ആയാലും ശരി തന്നെ, ഈ അനുഭവിക്കുന്ന കർമ്മയായിട്ട് വിചാരിച്ച് നിങ്ങളത് പോസിറ്റീവാക്കി മാറ്റുക. നിങ്ങളുടെ പ്രവൃത്തി കർമ്മ നല്ലതാക്കി തീർക്കുക. ഈ ഒരു സമയം ബേർഡൻ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം. അതെല്ലാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടു പോയി എന്നുള്ളതിനെ കുറിച്ചാണ്. അതിന് അവസാനം ഒരു വിജയം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാകും. ഈ ഒരു സമയത്തുള്ള കഷ്ടങ്ങൾ നിങ്ങളുടെ കർമ്മയായിട്ട് മാത്രം ചിന്തിക്കുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടുപോയത്, നിങ്ങൾ അനുഭവിക്കുന്ന വേദന, നിങ്ങൾ അനുഭവിക്കുന്നതായ ഒറ്റപ്പെടൽ എല്ലാം ഒരു കാർമിക് സിറ്റുവേഷൻ ആയിരുന്നു എന്ന് മാത്രം ചിന്തിക്കുക. ഈ അനുഭവിക്കുന്നതായിട്ടുള്ള ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം ഒറ്റപ്പെടുത്തലും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. അതെല്ലാം ഒരു വിജയത്തിന് വേണ്ടിയിട്ടാണ്. ഓവറോൾ എനർജി എന്ന് പറയുന്നത് ഒരു വിജയമാണ്. ഹാപ്പി ഫാമിലി തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നിങ്ങൾ ആരെയാണോ ആഗ്രഹിച്ചത്, നിങ്ങളെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഫാമിലി ആയിട്ട് വരും. നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന നിമിഷങ്ങളിലേക്ക് നിങ്ങൾ വരും. നിങ്ങൾ ഏറ്റവും വിജയം ആഘോഷിക്കും. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വരുന്നതിന് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അഫർമേഷൻ ചെയ്യണം, പോസിറ്റീവായിട്ട് ഇരിക്കുക. നിങ്ങൾ നെഗറ്റീവ് നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ചിന്തിക്കരുത്. ഓക്കെ, എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വരുന്നതായിരിക്കും. ഹാപ്പി ഫാമിലി തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്ങോട് കൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വരും. എല്ലാ അനുഗ്രഹങ്ങളോടുകൂടി തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. നിങ്ങളുടെ കൂടെ പഠിച്ചതോ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയോ നിങ്ങൾക്ക് അറിവുള്ള വ്യക്തിയോ ആയിരിക്കും നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനിലുള്ള വ്യക്തി തന്നെ ആയിരിക്കാം ചിലവർക്ക്. ഓക്കെ, നിങ്ങൾ എന്തായാലും വിജയം നിങ്ങൾക്ക് വന്നു തന്നെ ചേരും. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ കാർമിക്കായിട്ട് മാത്രം നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് എന്തായിരുന്നാലും നിങ്ങൾ ചെയ്ത കർമ്മ, കാരണം ഈ ഒരു ക്യൂൻ ഓഫ് ദ എംപ്രസ് എന്ന് പറയുന്നത് ഒരുപാട് നല്ല കർമ്മകൾ ചെയ്ത വ്യക്തിയാണ്. അവർ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, മറ്റുള്ളവരെ ദാനം കൊടുത്തിട്ടുണ്ട്, ആഹാരം കൊടുക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിലെല്ലാം ഗ്രോത്താണ്. മറ്റുള്ളവരുടെ ഗ്രോത്തിൽ സന്തോഷിക്കുന്ന വ്യക്തിയാണ്. പ്രകൃതിയെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. പ്രകൃതിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന വ്യക്തിയാണ്. പ്രകൃതിയെ നോവിക്കാതിരിക്കുന്ന വ്യക്തിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഒരു നല്ല കർമ്മ വരും. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾ ചിലപ്പം പൂർവ്വജന്മങ്ങളിൽ ചെയ്തു പോയിട്ടുള്ള എന്തെങ്കിലും പാവങ്ങളുടെ അല്ലെങ്കിൽ എന്തെങ്കിലും കർമ്മ ബാക്കി അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും ഈ ഒരു സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്നത്. അത് ശരിയായി വരും. നിങ്ങളുടെ കർമ്മ, നിങ്ങൾ നല്ല കർമ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പം എന്തായാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്നുള്ള നല്ല വാർത്തയോടുകൂടി ഈ ഒരു റീഡിങ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് അഫർമേഷൻ ചെയ്യണം. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഓക്കെ, പിന്നെ സത്യങ്ങളെ ഇപ്പം ഈ ഒരു റീഡിങ് എല്ലാവർക്കും റെസനേറ്റ് ആണ് എന്ന് പറഞ്ഞിരിക്കരുത്. നിങ്ങളുടെ സാഹചര്യങ്ങൾ, നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് വേണം നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആണോ അല്ലേ എന്ന് ചിന്തിക്കാൻ. നിങ്ങളുടെ പേഴ്സൺ മറ്റൊരു വ്യക്തിയുമായിട്ട് റിലേഷൻ സ്റ്റാർട്ട് ചെയ്തു കുറേ നാളുകളായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളിലേക്ക് വരത്തില്ല എന്നുള്ള കാര്യം 90% മാത്രമാണ് എന്നുള്ളതെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, എല്ലാ റീഡിങ്ങും നിങ്ങളുടേതാണ് എന്ന് വിശ്വസിക്കരുത്. സിറ്റുവേഷൻ ബേസിൽ നോക്കുക. എപ്പോഴും നമ്മൾ ഈ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ശരിയാണ്, നിങ്ങൾക്ക് റീഡിങ് കാണുമ്പോഴത്തേക്ക് സമാധാനമുണ്ട്. ഈ ഒരു വരും 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 എന്ന് പറഞ്ഞ് ഇരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മറ്റൊരാളുടെ റീഡിങ് ആയിരിക്കും ഇത്. അതിൽ നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ വരും വരും എന്ന് പറഞ്ഞ്. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ വർഷങ്ങളായിട്ട് ഇതുപോലെ ഇരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ സമയമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്നത്. നിങ്ങൾക്ക് ഏറ്റവും സന്തോഷിക്കേണ്ടതായ നിമിഷങ്ങളുണ്ട് ഈ ഭൂമിയിൽ. നിങ്ങൾ അനുഭവിക്കേണ്ടതായ ഒരുപാട് സുഖ സന്തോഷങ്ങളുണ്ട്, ഒരുപാട് കാഴ്ചകളുണ്ട്.
നിങ്ങളുടെ ലക്ഷ്യങ്ങളുണ്ട്. നിങ്ങളുടെ ഗോള് എന്ന് പറയുന്നത് ഒരു റിലേഷനായിട്ട് മാത്രം നിങ്ങൾ കാണരുത്. നിങ്ങളുടെ ഗോള് എന്ന് പറയുന്നത് മറ്റു പല കാര്യങ്ങളുണ്ട്. സാമ്പത്തികത്തിൽ ഉയർച്ച, മറ്റ് വ്യക്തികൾ നിങ്ങളെ അംഗീകരിക്കണം, നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന അവസ്ഥയിലേക്ക് വരണം, നിങ്ങളെ ആരാണോ താഴ്ത്തിയത് അവരുടെ മുന്നിൽ നിങ്ങൾക്ക് ഉയരണം എന്നുള്ള ഒരുപാട് ഗോളുകൾ നിങ്ങൾ സെറ്റ് ചെയ്യുക. അല്ലാതെ നിങ്ങളെ വിട്ടു പോയിട്ടുള്ള പേഴ്സണ് വേണ്ടിയിട്ട് നിങ്ങളുടെ എത്ര വർഷമാണ് നിങ്ങൾ പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നിങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞത്, നിങ്ങളെ വേണ്ടാതെ പോയിട്ട് മറ്റൊരു വ്യക്തിയോടൊപ്പം സുഖമായിട്ട് ജീവിക്കുന്ന ഒരു പേഴ്സണ് വേണ്ടിയിട്ട് നിങ്ങൾ നഷ്ടപ്പെടുത്തിയത് നിങ്ങളൊരു ബുദ്ധിയില്ലാത്ത ആളിനെ പോലെ ആയി തീരുകയാണ്. കാരണം നിങ്ങളുടെ ബുദ്ധിയെ നിങ്ങൾ കെട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഓക്കെ, നിങ്ങൾ കെട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നുണ്ട്. അപ്പം ഒരിക്കലും നിങ്ങൾ അത് ചെയ്യരുത്. നിങ്ങൾ ഹൃദയം കൊണ്ട് മാത്രമല്ല നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കുക. നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഇമോഷണൽ പരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ചിന്ത. ഈ റീഡിങ്ങിൻ്റെ ആൾക്കാരെ കുറിച്ചല്ല പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ പേഴ്സണോടുള്ള സ്നേഹം, അമിതമായ സ്നേഹമാണ് നിങ്ങളെ ഇവിടെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. ഒരു ഡബിൾ എനർജി എന്ന പോലെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ സ്നേഹത്തെ അല്ലെങ്കിൽ പേഴ്സണുമായിട്ടുള്ള റിലേഷൻ നിങ്ങളെ കെട്ടിയിട്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നന്മ വരാതിരിക്കുന്നതിനും നിങ്ങൾക്ക് വർഷങ്ങളാണ് നഷ്ടപ്പെട്ടതെങ്കിൽ അത് നിങ്ങളുടെ തോൽവി തന്നെയാണ് എന്ന് തിരിച്ചറിയുക. ഓക്കെ, നിങ്ങളുടെ ഗോളിലേക്ക് സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് ഇനി ചെയ്യാൻ കഴിയുന്നത്? നിങ്ങളുടെ ഏജ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ ഓരോ നിമിഷവും മരണത്തിലേക്കാണ് അടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെ സന്തോഷത്തിൽ നിങ്ങളെ ആത്മാവിനെ വെക്കാൻ കഴിയും? ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒഴികെയുള്ള മറ്റെന്തെല്ലാം സംഭവമാണ് ഈ ഭൂമിയിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്? ആ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുക. ഏറ്റവും അനുഗ്രഹമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിക്കുക. നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യരുത്. നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഓരോരുത്തരും മരണത്തിലേക്കാണ് അടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യജന്മം കിട്ടിയത് ഏറ്റവും നല്ല അനുഗ്രഹമാണ്. നമ്മളെപ്പോലെ വ്യക്തികൾക്ക് ദൈവം തന്നിരിക്കുന്നത് തലച്ചോറാണ് തന്നിരിക്കുന്നത്. പല വ്യക്തികളും പറയും, എനിക്കെന്തുകൊണ്ട് ഇത് വന്ന് യൂണിവേഴ്സ് ഇതൊന്നും കാണുന്നില്ലേ? യൂണിവേഴ്സിന് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് നല്ലൊരു തലച്ചോറ് തന്നിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ ആരോഗ്യം തന്നിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്ക് നല്ല കാഴ്ചയും കാര്യങ്ങളൊക്കെ തന്നിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതെല്ലാം തന്നതിന് ശേഷം വീണ്ടും യൂണിവേഴ്സിന് എന്തുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ നോക്കിക്കൂടാ എന്ന് ചോദിക്കുന്നത് വളരെ തെറ്റായ കാര്യം തന്നെയാണ്. സ്വന്തമായി ബുദ്ധി ഉപയോഗിച്ച് തൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് നമുക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു തലച്ചോറ് തന്നിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ചിന്തിക്കുക, നമ്മളെ എവിടെയാണ് അവോയ്ഡ് ചെയ്യുന്നത്, നമ്മൾ എവിടെയാണ് താഴ്ത്തപ്പെടുന്നത്, നമ്മൾ ആരുടെ മുമ്പിലാണ് നമ്മൾ അവഗണിക്കപ്പെടുന്നത്, അത് മനസ്സിലാവാത്തത് കണക്ക് നമ്മൾ നിൽക്കുകയാണെന്നെങ്കിൽ വീണ്ടും യൂണിവേഴ്സിനെ കുറ്റം പറയുന്നതിൽ കാര്യമുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഓക്കെ, പല ഭൂദുരന്തങ്ങളും ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുക, ഭൂമിയുടെ ഏറ്റവും പ്രോബ്ലമായിട്ടുള്ള സ്ഥലത്ത് കൂടിയാണ് പല ആൾക്കാരും റോഡുകളും മറ്റും നിർമ്മിച്ചതിന് ശേഷം അത് അവിടെ ഒരു മരങ്ങൾ വെച്ച് പിടിപ്പിക്കത്തില്ല. മരങ്ങളെല്ലാം നശിപ്പിച്ച് തരിശു ഭൂമിയാക്കും. ഏറ്റവും കൂറ്റം കണക്കുള്ള മണ്ണും കാര്യങ്ങളും ഉള്ളതിൻ്റെ അടുത്തുകൂടെ റോഡും മറ്റും നിർമ്മിച്ച് വെക്കും. മഴയുണ്ട്, കാറ്റുണ്ട്, കൊടുങ്കാറ്റുണ്ട്, പല സംഭവങ്ങളും നമ്മുടെ യൂണിവേഴ്സിലുണ്ട് എന്നുള്ള കാര്യം പോലും ബുദ്ധി ഉപയോഗിക്കാതെ ആൾക്കാർ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിനുള്ള സേഫ്റ്റിയും കാര്യങ്ങളും ചെയ്യാതെ പല കാര്യങ്ങളും ചെയ്തു വെച്ചതിന് ശേഷം യൂണിവേഴ്സിന് അതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ബുദ്ധി കൊടുത്തിട്ടും അത് ഉപയോഗിക്കാതിരിക്കുന്നവർക്ക് നാശമാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് ബുദ്ധി യൂണിവേഴ്സ് തന്നിട്ടുണ്ട്. നിങ്ങൾ തീരുമാനിക്കണം നിങ്ങളുടെ വഴി ശരിയോ തെറ്റോ എന്ന്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ മുമ്പിൽ നിങ്ങൾ യാചിക്കുന്നതാണോ അതോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരണോ, അതെല്ലാം തീരുമാനിക്കുന്നത് നിങ്ങളുടെ ബുദ്ധിയാണ്. ഓക്കെ, നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കുക. നിങ്ങൾ ഈ സിറ്റുവേഷനിൽ തന്നെ തപസ്സിരിക്കണോ? നിങ്ങൾക്ക് കിട്ടിയ ഈ ജന്മം മുഴുവനും ആ വ്യക്തി വരൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളിവിടെ തപസ്സിരിക്കണമോ? എത്ര വർഷം കഴിയുമ്പോൾ നിങ്ങൾ സ്കിന്നെല്ലാം ഇതുപോലെ ഇതായിട്ട് ഇരിക്കത്തില്ല, സ്കിന്നെല്ലാം ചുളുങ്ങും. അപ്പം നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്നത് നഷ്ടങ്ങൾ മാത്രമായിരിക്കും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ സന്തോഷിക്കുക. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഗോള് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തന്നെ എക്സാമ്പിൾ, നിങ്ങൾ റീഡിങ് എന്തായാലും അവസാനിച്ചു. നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുന്നവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. നിങ്ങൾക്ക് എത്ര പേര് സ്വന്തം സമ്പാദ്യം, ജോലിയുള്ള വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത്, എത്ര പേര് സ്വന്തമായിട്ട് ഈ ഒരു മാസം നിങ്ങൾ സമ്പാദിച്ച് വെച്ചു? നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് നോക്കുക. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും ഒരു സ്വന്തമായിട്ട് ഈ ഒരു പേഴ്സൺ തിരിച്ചു വരുന്നതിനെക്കുറിച്ച് അഫർമേഷന് പകരം നിങ്ങൾ സ്വന്തമായിട്ടൊരു കാറ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു എന്തെങ്കിലും ഒരു അസറ്റ്, ഒരു ഭൂമി, സ്വന്തമായിട്ടൊരു വീട്, ഇതിനെക്കുറിച്ചൊക്കെ ആരെങ്കിലും ഗോൾ ചെയ്തിട്ടുണ്ടോ?
നിങ്ങളുടെ സമയങ്ങൾ മുഴുവനും നിങ്ങൾ ഒരു വ്യക്തിയിൽ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുമോ ഇല്ലയോ എന്ന ഒരു വിശ്വാസവും ഇല്ലാത്ത ഒരു വ്യക്തിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കളയുന്ന സമയം നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ലൈഫിനെ ബെറ്ററാക്കി തീർക്കാം എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമെങ്കിൽ ചിന്തിക്കാം. കാരണം യൂണിവേഴ്സ് നിങ്ങൾക്കൊരു ബുദ്ധിയാണ് തന്നിരിക്കുന്നത്. ആ ബുദ്ധി ഉപയോഗിക്കേണ്ടത് നിങ്ങളാണ്. അവസാനം എന്തുകൊണ്ട് എന്നെ പറ്റിച്ചു അല്ലെങ്കിൽ വഞ്ചിച്ചു യൂണിവേഴ്സ് എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ തന്നു എന്നൊന്നും ചിന്തിക്കരുത്. കാരണം യൂണിവേഴ്സ് തന്നത് നല്ലൊരു ശക്തിയുള്ള ബുദ്ധിയുള്ള ഒരു തലച്ചോറാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതിനൊരു ക്ഷയവും വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിനൊരു തേയ്മാനവും വന്നിട്ടില്ല. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നാണ് യൂണിവേഴ്സ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ മറ്റേ റീഡിങ് കൂടി ഇതിനോടൊപ്പം ഇടും. അത് ഇടാത്ത കാരണം രാവിലെ തന്നെ നിങ്ങൾക്കൊരു മൂഡ് ഓഫ് തരണ്ട എന്ന് വെച്ചിട്ടാണ്. സത്യം എപ്പോഴും കയ്പ് തന്നെ ആയിരിക്കും. ഓക്കെ, അത് പിന്നീട് നിങ്ങൾക്ക് മധുരിക്കും. ഈ ഒരു സമയത്ത് കഴിക്കുമെങ്കിലും നിങ്ങളുടെ ലൈഫിൽ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടും നന്നായി എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും സത്യം. ഓക്കെ, കയ്പ് എന്നുള്ള ജീവിതത്തിൽ കള്ളം എന്നുള്ളത് ഈ ഒരു സമയത്ത് മധുരം തന്നിരിക്കും. ഇന്ന് വരും, അല്ല നാളത്തെ വരും, അല്ലെങ്കിൽ ഒരാഴ്ചയും കൂടി കഴിഞ്ഞിട്ട് വരുമായിരിക്കും, അല്ലെങ്കിൽ ഒരു വർഷം കൂടി അങ്ങോട്ട് മുന്നോട്ട് പോകട്ടെ. വർഷങ്ങൾ പൊക്കോണ്ടേയിരിക്കും. ഓക്കെ, പൊക്കോണ്ടേ ഇരുന്നിട്ട് അവസാനം നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ കിട്ടിയിരുന്നത് മൊത്തം ഒരു കയ്പായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് തിരിച്ചറിയേണ്ടതായിട്ട് വരും. ഓക്കെ, സ്വന്തം ബുദ്ധി ഉപയോഗിക്കുക. നിങ്ങളുടെ പേഴ്സൺ ഫൂളിൻ്റെ കാർഡാണ് വന്നിരുന്നത്. നിങ്ങളുടെ പേഴ്സൺ വരുന്ന സമയത്ത് വരട്ടെ. ഓക്കെ, നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ താല്പര്യമാണോ നിങ്ങളിലേക്ക് തന്നെ വരും. നിങ്ങൾ വിഷമിച്ചിരുന്നത് കൊണ്ടോ നിങ്ങളുടെ പേഴ്സൺ വരാൻ പോകുന്നില്ല. നിങ്ങളിങ്ങനെ 24 മണിക്കൂറും ഇങ്ങനെ ദുഃഖിച്ചിരുന്നത് കൊണ്ടോ നിങ്ങളുടെ പേഴ്സൺ വരാൻ പോകുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ വരണമെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിരിക്കുന്ന എനർജിയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വരിക തന്നെ ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സാമ്പത്തിക നില, നിങ്ങളുടെ ഗോള്, നിങ്ങളുടെ പഠിത്തം, അതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. പല കൊച്ചുങ്ങളും ഞാൻ പേഴ്സണൽ റീഡിങ് എടുത്ത സമയത്ത് തന്നെയും പല കുട്ടികൾ പോലും അവർ ഏറ്റവും മിടുക്കരായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്. എങ്കിൽ പോലും അവരുടെ പേഴ്സൺ പോയി എന്നുള്ള രീതിയിൽ അവർ വിദ്യാഭ്യാസത്തെ നഷ്ടമാക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. അവരുടെ ഗോളിനെ അവർ ഇങ്ങ് എത്തേണ്ട കുട്ടികളാണെന്നറിയാമോ. അത്രയ്ക്കും നല്ല സ്ട്രോങ് ആയിട്ടുള്ള പിള്ളേർ ഈ ഒരു റിലേഷൻ്റെ ബേസിൽ അവർ തിരിച്ചു വരുമോ എന്നുള്ള ഒരു ഇതുപോലും ഇല്ലാതെ അവരുടെ വിദ്യാഭ്യാസത്തെ അത്രയും നാൾ അവർ കൊണ്ടുവന്നിരിക്കുന്ന അവരുടെ കാര്യത്തെ നശിപ്പിച്ചുകൊണ്ട് അവർക്ക് പഠിക്കണമെന്നുള്ളൊരു ചിന്ത പോലും ഇല്ലാതെ അവരുടെ ലൈഫിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതെല്ലാം വിട്ടുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ബുദ്ധി തന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് എത്തുക തന്നെ ചെയ്യും. നിങ്ങളുടെ ഗോളിലേക്ക് നിങ്ങൾ ശ്രദ്ധ വയ്ക്കുക. പല ആൾക്കാരും നിങ്ങളെക്കൊണ്ട് ഇന്ന് അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ, ഒരു വിലപിടിപ്പുള്ള ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ 1000 രൂപയെ കൂടുതലൊരു ഗിഫ്റ്റ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടോ ഒരു ദിവസം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, പേഴ്സൺ നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. നിങ്ങൾ പോസിറ്റീവായിരിക്കുക. വരുവോ എന്ന് പറഞ്ഞുകൊണ്ട് ഡെയിലി ഉള്ള നിങ്ങളുടെ ആ ഒരു ഇമോഷൻ, ആ ഒരു നെഗറ്റിവിറ്റി അത് മാറ്റിയിട്ട് നിങ്ങൾ ഫ്രഷ് ആകാൻ നോക്കുക. ഓക്കെ, താങ്ക് യു. ഈ ഒരു വോയിസ് നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യുന്നെങ്കിൽ ഇഗ്നോർ ചെയ്യാം. റീഡിങ് നേരത്തെ കഴിഞ്ഞിരുന്നു. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്കിത് റെസനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഈ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം ഇതൊരു ചെറിയ മോട്ടിവേഷനായിട്ട് മാത്രം നിങ്ങൾ എടുത്താൽ മതി. അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപേക്ഷിക്കാം. കാരണം തലച്ചോറ് നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, താങ്ക് യു.